എടിയേ ആ വെട്ടെത്തിയാണ്ട് എടുത്താ കുറച്ച് ചില്ലറ പണികളുണ്ട് ഇവിടെ എടുക്കാന്. ഞങ്ങൾ നിങ്ങളത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതെന്തായി? എടാ അത് സ്വത്തിന്റെ കാര്യല്ലേ. എനിക്ക് നിങ്ങൾ മാത്രല്ലല്ലോ മക്കള്, വേറെയും മക്കളില്ലേ. ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂലല്ലോ. അതിനൊന്നും ഇവിടെ സമയമല്ല. ഞങ്ങൾക്ക് എന്തൊക്കെ ഇടപാടുണ്ട് അത് വിറ്റിട്ട് വേണം കുറെ കാര്യങ്ങൾ തീർക്കാനുള്ളത്. വാപ്പാന്റെ കുട്ടിയൊക്കെ അത്ര അർജന്റ് ആണെങ്കിലേ സ്വന്തം അധ്വാനിച്ചിട്ടാണ് വീട്ടികളെ. നിങ്ങൾ എന്ത് വർത്താനം ഈ പറഞ്ഞു? കുറെ കാലമായി ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കണത്. ഇന്ന് ഇതിനൊരു തീരുമാനം കാണണം. എത്ര വെച്ചിട്ടാ ക്ഷമിക്കുക? കുട്ടികളെ ഞങ്ങളെ വാപ്പല്ലേ എന്തിനെന്നെ തച്ചതോ? അത് ഞങ്ങളെ ജനിപ്പിച്ചില്ലേ, അതിനുള്ള സമ്മാനം തന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിലേ ഇതിലും വലിയ സമ്മാനം തരാൻ ഞങ്ങൾക്ക് അറിയാം. നല്ലോണം ഓർത്തോളി. അസ്സലാമു അലൈക്കും. കോയക്ക എന്താ ഇപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ്? നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ചിലേറെ വളർന്നിക്കണ്. അതെന്താ കോയപ്പ അങ്ങനെ പറയണേ? നിന്റെ രണ്ട് മക്കളും നിന്നെ കൈവച്ചു. ഞാൻ ഓലത്ത് ചോദിച്ചു എന്തിനാടാ എന്നെ തച്ചെന്ന്. ഓല് പറ ഓല രണ്ടാളും ജനിപ്പിച്ചില്ല, സമ്മാനാണ് പറഞ്ഞത്. എൻ്റെ മക്കളിൽ നിന്നല്ല, ഇന്ന് പല നാട്ടിലും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾ നമ്മൾ എങ്ങനെ പോലെ സൂക്ഷിച്ച് വളർത്തിയാലും ഓല് ചിലവർ കഞ്ചാവിനും മയക്കുമരുന്നിനും MDMA-ക്കും ഒക്കെ അടിമപ്പെട്ടിട്ട് വാപ്പ ആരാണ്, ഇമ്മ ആരാണ്, വയസ്സിന് മൂത്തവർ ആരാണ് എന്നുള്ള ഒരു നോട്ടമില്ല. തല്ലിണ്, കൊല്ലിണ്, മുതലിന് വേണ്ടി, സ്വത്തിന് വേണ്ടി ഒന്നും സ്വയംബോധത്തോടു കൂടെ ചെയ്യുന്നതല്ല. സാരല്ല, പടച്ചോ നമ്മളൊക്കെ അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ.